വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരുന്നാളിൻ്റെ വിശേഷം എനിക്ക് ലാസ്റ്റ് അങ്ങനെ പോയതാണ്. പിന്നെ ഇതൊരു വ്ളോഗ് ഇട്ടിട്ടില്ല. കാരണം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നോക്കുമ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലെ താത്താടെ വീട്ടിലാണ്, എൻ്റെ മൂത്തത്താൻ്റെ വീട്ടിൽ. ഞാൻ വട്ടം ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്താടെ വീടിൻ്റെ ടൂറൊക്കെ, ഹോം ടൂർ കാണിച്ചു തരാമെന്നൊക്കെയുള്ളത്. പക്ഷേ ഇതിപ്പോൾ അതിനായിട്ട് വന്നതല്ല. ഉമ്മാക്ക് വയനാട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അമ്മ രാവിലെ പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതും പിടിക്കണമെന്നൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയത്. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ താത്താൻ്റെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, താത്താടെ ഒരു ഹോം ടൂറും വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവമോളെ നീച്ചിട്ടുണ്ട്. ഇവമോളെ പിന്നെ ഇവിടെ വന്ന കയ്യിൽ കിട്ടില്ല, കാരണം സ്ഥലമോള് എടുത്ത് കൊണ്ട് നടക്കേണ്ടത് താത്തി സ്ഥലമോളെ കയ്യിലിരുന്ന്. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചായക്കൊന്ന് സ്പെഷ്യൽ കിട്ടിയാലും സാമ്പാറും പിന്നെ വിത്ത് കട്ടൻ ചായയും കൂട്ടി അടിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. അതാണ് താത്താൻ്റെ ഫ്രണ്ട് ഏരിയ. താത്താൻ്റെ മുറ്റം വിശാലമായ മുറ്റമായതുകൊണ്ട് രാവിലത്തെ നീച്ചുന്നത് കാണുന്നത്. പിന്നെ യുവമോള് താത്താൻ്റെ കയ്യിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ വന്നാൽ പിന്നെ യുവമോളെ എനിക്ക് കിട്ടലേ ഇല്ല. കാരണം താത്ത ഇല്ലെങ്കിൽ സനമോളോ ഷായ്മോനോ ആയിട്ട് അങ്ങനെ മാറി മാറി എടുക്കും. പിന്നെ അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൾക്ക് ഓൾറെഡി എടുക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ എടുത്ത് നടക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കഴിഞ്ഞിട്ട് രാവിലത്തെ യുവമോളെ കുളിപ്പിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ അളിയാക്ക് വിളിച്ചിട്ട്, ഇതാണ് എൻ്റെ മൂത്ത അളിയനെ ആ വീഡിയോകൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അളിയാക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കലേ എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. ഇതാണ് ഷായ്മോനിട്ട താത്താൻ്റെ മൂത്ത മോനെ. പിന്നെ ഇപ്പൊക്കെ ഉച്ചക്കൊക്കെയുള്ള ചോറ് കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. ഞാൻ വന്നതെന്ന് കരുതിയിട്ട് വലിയ വീട്ടിൽ നിന്ന് സ്പെഷ്യലൊന്നുമില്ല. ഉണക്ക മന്തൾ പൊരിച്ചതും പിന്നെ ബീട്രൂട്ട് കായുപ്പേരിയും സാമ്പാറും, രാവിലത്തെ സാമ്പാറും. പിന്നെ എന്തോ പ്ലം, നമ്മളെ താത്താൻ്റെ വീട്ടിൽ തന്നെ പ്ലം ഉണ്ട്. ആ പ്ലമ്മത്തെ ഉപ്പിലിട്ടതാണ്. ആ പ്ലം ഉണ്ടായപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടത് കഴിച്ചത്. ഇതാണ് താത്താൻ്റെ മുറ്റം വരുന്നത്. വല്ല വിശാലമായൊരു മുറ്റാണ്. എന്താ പറയുക, കുറേ നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് പീസ്ഫുള്ളായിട്ട് തോന്നും. താത്താടെ വീട്ടിൽ പറഞ്ഞാൽ പച്ചക്കറികളും ഗാർഡൻസൊക്കെ ഉണ്ട്. അത് വലിയ ഗാർഡൻസൊന്നും ഇല്ല. ലൈക്ക് നാരങ്ങ ഉണ്ട്, അതുപോലെ ഇതിപ്പോൾ ഈ കാണിച്ചിരുന്ന നാരങ്ങ, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ മരം വെട്ടിയിരിക്കണമെന്നാണ് എൻ്റെ ഡൗട്ട്. പിന്നെ റംബൂട്ടാൻ, ഏറ്റവും സ്പെഷ്യൽ റംബൂട്ടാനാണ്. റംബൂട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ റംബൂട്ടാനെ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ അത്യാവശ്യം കായ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് താത്താൻ്റെ വീട്ടിൻ്റെ മുറ്റവും പിന്നെ സൈഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഷായ്മോന് ഇപ്പാക്കുള്ള ചോറായിട്ടാണ് പോണത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പ്ലം, ഇതാണ് ആ പ്ലം കേട്ടോ. ഒരു പ്ലം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശരിക്കും ഇതൊരു പേരെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പ്ലം, പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ഗാർഡൻ. പിന്നെ മുറ്റത്തുള്ള റംബൂട്ടാനാണിത്. റംബൂട്ടാനെ തൈയാണിത്. ഇതുവരെ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ സീസണിൽ കായ്ച്ചിട്ടുണ്ട്. ചെണ്ടുമല്ലി കാര്യങ്ങൾ, ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ കാണിച്ചത് മൊത്തം താത്താൻ്റെ ഫ്രണ്ട് ഏരിയയും സൈഡ് ഏരിയയും ഒക്കെയാണ് കേട്ടോ. നേരത്തെ കാണിച്ച പ്ലമ്മിൻ്റെ പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചോറ് കൊണ്ടുപോയി കൊടുക്കുന്ന ഷൈമ താത്താൻ്റെ ചുറ്റുപാടാണ് എടുക്കുന്നത്. താത്ത ചെറിയൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ആദ്യം ഉദ്ദേശിച്ചത്, പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ സ്റ്റോർ റൂം മാതിരി ആക്കി വെച്ചിട്ടാണ് ആകെ തുപ്പ സാധനമൊക്കെ വെക്കണത്. ബാക്ക് യാർഡിൽ വന്നതാണ്. അവിടെയാണ് നമ്മളുടെ റംബൂട്ടാൻ വീട്ടിലെ റംബൂട്ടാൻ ഒക്കെ പഴുത്തിട്ടുണ്ട്. ചായം ഫ്രീ ആയാലും നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യും, വെള്ളമെടുക്കും. അതാ പഴുത്ത് പേടിയുണ്ട്. പഴുത്തുണ്ടാവൂലേ, മധുരം ഉണ്ടാവൂലേ? ഇതൊക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം പണിയൊരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഡണിയിൽ നിന്ന് റംബൂട്ടാൻ പൊട്ടിച്ച് ആസ്വദിക്കാൻ നോക്കുന്ന ഷക്കീല ഷാഹിദ്. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. എൻ്റെ കയ്യിലൊന്നുണ്ട്, ഞാൻ തന്നാൻ പോകണം. ബാക്ക്ഗ്രൗണ്ട് അല്ല, വീട്ടിൽ ബാക്ക്ഗ്രൗണ്ട് മാതിരി ആയിരിക്കും. നോക്കിയല്ല മധുരണ്ട്, നല്ല മധുരണ്ട്. പച്ചാള ആ ഒരു ഇതാണെങ്കിലും മധുരണ്ട് സാധനം. ക്ലിയർ ആവുന്നില്ല. സോ ഇങ്ങനത്തെ ഏകദേശം ഇങ്ങനത്തെ ഒരു കളർ തന്നെ നമ്മൾ പൊട്ടിച്ച് തിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. നമ്മൾ ചിലപ്പോൾ പച്ച വിചാരിച്ച് കടിച്ചാക്കി കഴിഞ്ഞാൽ പച്ചല്ല, അത്യാവശ്യം നല്ല മധുരമുണ്ട് സാധനം. എന്നിട്ടുണ്ട് ഗാർഡൻ ഹാർവെസ്റ്റ്. ഞാൻ എടുക്കൂട്ടാ, ചെരുപ്പിടുന്നില്ലേ? അത് അപ്പുറത്താടാ അത്യാവശ്യം ഉള്ളത്. ആ കൊലങ്ങളൊക്കെയാണ്, അതെങ്ങനെ പൊട്ടിക്കാൻ തോട്ടില്ലാണ്ട്. എല്ലാവരുടെ പേരലും ഇതുപോലെ പുല്ലും കാട് നമ്മളെ പേരലൊക്കെ ഉണ്ട്. അപ്പോൾ താത്താടെ വീട്ടിൽ ഏകദേശം
ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. നാരങ്ങ, ഓറഞ്ച്, ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു. അത് ഇതില്ലാത്തതുകൊണ്ട്, വിളവില്ലാത്തതുകൊണ്ട് നമ്മളത് പൊട്ടിച്ച്. താത്ത കാപ്പി കാണിച്ചു തരാൻ പോകുന്നു. കാപ്പി ഒരു കൊല. ഓ ഇതെങ്ങനെ ഇത് പഴുത്തിട്ട് ഇതാക്കണതാണെന്നല്ലേ? ഉണക്കി പിടിക്കാം. അതൊക്കെ ഹോം മെയ്ഡ് കാപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് ഹാർവസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതാണ് കാപ്പി. നമ്മൾ ഊട്ടിയിൽ വയനാട് മാത്രമല്ല ചെക്കിലാടെ വരലും കാപ്പി ഉണ്ടാവും അല്ലേ? ഇതാണ് കാപ്പിക്കുരു. ഇത് പഴുത്ത് ഉണക്കി പിടിക്കാം. മറ്റാൾ ആയി പൊട്ടിക്കുണ്ടാവേ, ഞാൻ എടുത്തിട്ട് വരാം. താത്ത പൊട്ടിക്കണതൊക്കെ ഞാൻ ബക്കറ്റിലിടാണ്. ആണെങ്കിലും ഇതിന്റെ പ്രത്യേക ചുവപ്പും മഞ്ഞയും കൂടെ കലർന്നിട്ടാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് നല്ല മധുരമാണ്, മഞ്ഞയാണെങ്കിലും ചുവപ്പാണെങ്കിലും അല്ലേ? ഇതാത്തതിങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ നല്ല പൊട്ടിക്കൽ അറ്റമൊക്കെ കയറി കഷ്ടം. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും താത്തയുടെ അയൽവാസികൾക്കും പിന്നെ ആർക്കൊക്കെ താത്ത എടുത്ത് വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് കൊടുത്തു. ബാക്കി വന്നതിന് കുറച്ച് ബാലൻസ് ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പാക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറ് കഴിച്ചു. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പാർ, ഉണക്കമാന്തൾ, പ്ലം, ബീട്രൂട്ട് വിത്ത് കായ ഇതായിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചു ഫ്രഷായി. പിന്നെ താത്ത മീഷോന്ന് ഒരു മെയിലാഞ്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പട്ടീഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇവളെ കാര്യം പറയണല്ലോ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അത് ദീദിയുടെ സനമോടെ കൂടെ നിന്ന് കളിക്കണം. പിന്നെ ഞാൻ രാത്രി സത്യം പറഞ്ഞാൽ ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ ഒന്ന് മറന്നുപോയി രാത്രി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഉണ്ടാക്കാം. പക്ഷേ ബട്ടർ ചിക്കന് പകരം താത്ത എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി. ബൈക്ക് വേണ്ടതൊക്കെ താത്ത സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുട്ടി കയറിനപ്പോൾ പാലെടുക്കാൻ വേണ്ടി അവളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ മസാല കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. താത്ത തന്നെ ഓരോന്ന് ചേർന്നതും പിടിക്കണതും ഞാൻ ചെല്ലുമ്പോഴത്തേന് താത്ത എല്ലാം ഷടപടേ എന്ന് പറഞ്ഞപ്പോഴത്തേനും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്ക് അതിന് പാൽ കൊടുത്ത് തരുന്ന സമയം കൊണ്ട് താത്ത ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൈഡ് റൈസ് തിറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക, പിന്നെ ഒരു വീഡിയോയോ വ്ളോഗോ ഒന്നും എടുത്തില്ല. അപ്പോൾ താത്താൻ്റെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഇത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കുഞ്ഞ ബേബിയിൽ എല്ലാവർക്കും അറിയാം എല്ലാ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് പിറ്റേ ദിവസം ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും എടുത്താൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടോ ഒരു വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കുക, ക്ഷമ മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ താത്തൻ്റെ ഫുഡിനെ കുറിച്ചൊന്നും പറയല്ല, അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഒരു തലിമലില്ലാത്തൊരു എൻഡിങ് ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാ. പിന്നെ ഒരു ബേബി ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്കൊരു വീഡിയോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ പിന്നീട് ഒരു ദിവസം വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും അസ്സലാമ.